ആ 1919 സ്ഥാപിതമായ ലേബർ, അതായത് യുണൈറ്റഡ് നേഷൻസ് പോലും വരുന്നത് 1945-ലാണ്. അതിനും വളരെ മുമ്പ് തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വരാൻ കാരണം കാൾ മാർക്സും മാർക്സിയൻ പ്രിൻസിപ്പിൾസും തൊഴിലാളികൾ സംഘടിക്കുന്നു. ഏത് രാജ്യത്തെയും തൊഴിലാളികൾ സംഘടിച്ചേക്കാം എന്ന ആ സാഹചര്യത്തിൽ അവർ സംഘടിച്ചേ തീരൂ അവരുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ആ സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. ഈ ഓർഗനൈസേഷൻ വന്നതിന് ശേഷം ആഗോളതലത്തിൽ തൊഴിലാളികളുടെ സാഹചര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടുകയുണ്ടായി. 2000 ആണ്ടിൽ ഈ ഒരു കൺവെൻഷൻ, അന്താരാഷ്ട്ര ലേബർ കൺവെൻഷൻ നടന്നു. ആ ലേബർ കൺവെൻഷൻ മാന്യവേതനം നൽകുന്ന തൊഴിൽ, അതായിരുന്നു ആ കൺവെൻഷന്റെ പ്രത്യേകത. അതായത് മാന്യമായ വേതനം ഉറപ്പുവരുത്തുന്ന കൺവെൻഷൻ ആയിരുന്നു 2000 നടത്തിയ കൺവെൻഷൻ. അപ്പൊ ഈ കൺവെൻഷനിൽ ഇന്ത്യയിൽ നിന്ന് മെമ്പേഴ്സ് ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2000 ആണ്ടിൽ നടന്ന ഈ കൺവെൻഷനിലെ പറഞ്ഞ കോഡുകൾ, മാന്യമായ വേതനം തൊഴിലാളികൾക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി ആഗോളതലത്തിൽ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം